ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് എഴുതാം. രണ്ടാമത്തെ പ്രോപ്പർട്ടി അനലിറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റന്റ് ഇമാജിനറി പാർട്ട് ഈസ് കോൺസ്റ്റന്റ്. ഇതൊക്കെ മാറ്റില്ല. അനലിറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റന്റ് ഇമാജിനറി പാർട്ട് ഈസ് കോൺസ്റ്റന്റ്. അത് നിങ്ങൾക്ക് ചെയ്യാലോ. എന്താ ചെയ്യേണ്ടത്? ആ നേരത്തെ പോലെ തന്നെ എഴുതാം. ലെറ്റ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഈസ് കോൺസ്റ്റന്റ്. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്തായിട്ട് എടുത്തു? ഒരു കോൺസ്റ്റന്റ്. സോറി, ഈസ് അനലിറ്റിക് എടുത്തു. കോൺസ്റ്റന്റ് അല്ല, സോറി, ഈസ് അനലിറ്റിക്. അത് അനലിറ്റിക് ആണെന്ന് എടുത്തു. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി അനലിറ്റിക് ആണെന്ന് എടുത്തു. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് എന്ന് എഴുതി. സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ്. സി ആർ ഇക്വേഷൻ എന്താണ്? സാറ്റിസ്ഫൈഡ് എന്ന് എഴുതി. അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ, നേരത്തെ പോലെ എന്താണ് ഗിവൺ? എന്താ എഴുതേണ്ടത് ഇവിടെ? ഗിവൺ ഇമാജിനറി പാർട്ട് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അതായത് വി ഈക്വൽ ടു സി. മനസ്സിലായോ? ഇമാജിനറി പാർട്ടിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് എന്ന് കൊടുക്കുന്നത്. വി ഈക്വൽ ടു സി. അതായത് ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു 0, ഡോ വി ബൈ ഡോ വൈ ഈക്വൽ ടു 0 ബൈ സി ആർ ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് എഴുതാം? ഇത് അതിൽ കൊടുക്കുമ്പോൾ ഡോ യു ബൈ ഡോ എ, ഈ രണ്ട് സൈഡ് 0 ആയില്ലേ? ഈ രണ്ട് സൈഡ് 0 ആകുമ്പോൾ ഡോ യു ബൈ ഡോ എക്സും 0 ആയി. അതുപോലെ തന്നെ ഡോ യു ബൈ ഡോ വൈയും 0 ആയി. ഓക്കെ, ഇംപ്ലൈസ് എഫ് ഡാഷ് സെഡിന്റെ ഫോർമുല എഴുതാം. എന്താണ് എഫ് ഡാഷ് സെഡ്? ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ്. ഇതാണ് എഫ് ഡാഷ് സെഡിന്റെ ഫോർമുല. ഈക്വൽ ടു 0 പ്ലസ് ഐ ഇൻറ്റു 0 ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് എന്താണ്? അതിലെ പോലെ തന്നെ കിട്ടി. എഫ് ഡാഷ് സെഡ് ഈക്വൽ 0 കിട്ടി. ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എപ്പോഴാണ് 0 ആകുന്നത്? ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എപ്പോഴാണ് 0 ആകുന്നത്? എഫ് ഓഫ് സെഡ് ഈസ് കോൺസ്റ്റന്റ്. ഒരു ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആകുമ്പോഴാണ് അതിന്റെ ഡെറിവേറ്റീവ് 0 ആകുന്നത്. ഓക്കെ ആണോ? രണ്ടാമത്തെ പ്രോപ്പർട്ടിയും കഴിഞ്ഞില്ലേ? പ്രോപ്പർട്ടി 2 ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? രണ്ട് പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞ 6 2 സിമ്പിൾ അല്ലേ? മൂന്നാമത്തത് സിമ്പിളാണ്, പേടിക്കണ്ട. മൂന്നാമത്തതും സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് പ്രോപ്പർട്ടീസ് കിട്ടി. എന്താണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞത്? ആൻ അനലിറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റന്റ് റിയൽ പാർട്ട്. അതിൻ്റെ റിയൽ പാർട്ട് കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ ആൻ അനലിറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റന്റ് ഇമാജിനറി പാർട്ട് കോൺസ്റ്റന്റ് ആയാലും ആ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണെന്ന് കിട്ടി. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത മൂന്നാമത്തെ പ്രോപ്പർട്ടി 3. സ്പീഡ് കൂടുതലാണ്, സിമ്പിൾ ആയതുകൊണ്ട് സ്പീഡ് കൊടുക്കാറുണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ കണ്ടത്. ഇപ്പോൾ പോകുന്ന പ്രോപ്പർട്ടിയാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ. ഈ ഒരു പ്രോപ്പർട്ടിയാണ്. ഇതും സിമ്പിൾ തന്നെയാണ് കേട്ടോ. സിമ്പിളാണ് എങ്കിലും ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, എഴുതിക്കോളൂ. പറഞ്ഞോട്ടെ, ഏറ്റവും കഴിഞ്ഞോ? ഓക്കെ, എഴുതാം. ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണം കേട്ടോ. എഴുതാം. ആൻ അനലിറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റന്റ് മോഡുലസ്. ശ്രദ്ധിക്കണേ. ആൻ അനലിറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റന്റ് മോഡുലസ് ഈസ് കോൺസ്റ്റന്റ്. ഒരു അനലിറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റന്റ് മോഡുലസ്, അതിന്റെ മോഡുലസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്നാണ് പറഞ്ഞിരുന്നത്. മോഡ് എഫ് ഓഫ് സെഡ് കോൺസ്റ്റന്റ് വരികയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്? ആ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിരുന്നത്. അതായത് നമ്മൾ ആദ്യം പഠിച്ചത് റിയൽ പാർട്ട് കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്തത്? എഫ് ഡാഷ് സെഡിനെ 0 എന്ന് തെളിയിച്ചു. എഫ് ഡാഷ് സെഡിനെ 0 എന്ന് തെളിയിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഡോ യു ബൈ ഡോ എക്സ്. ശ്രദ്ധിക്കണേ, നമുക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഡോ യു ബൈ ഡോ എക്സ് 0 ആകണം. അതുപോലെ തന്നെ ഡോ വി ബൈ ഡോ എക്സും 0 ആകണം. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സും ഡോ വി ബൈ ഡോ എക്സും 0 ആണെന്ന് തെളിയിക്കണം കേട്ടോ. അതാണ് നമ്മുടെ എയിം. കിട്ടിയില്ലെങ്കിൽ ഒന്നും മനസ്സിലായില്ലെങ്കിലും ലാസ്റ്റ് സ്റ്റെപ്പിൽ വരുമ്പോൾ എന്ത് വരണം? ലാസ്റ്റ് സ്റ്റെപ്പിൽ ഡോ യു ബൈ ഡോ എക്സ് 0 വരണം, ഡോ വി ബൈ ഡോ എക്സ് 0 വരണം. അപ്പോൾ എഫ് ഡാഷ് സെഡ് 0 ആകും. എഫ് ഡാഷ് സെഡ് 0 ആയാൽ എഫ് ഓഫ് സെഡ് കോൺസ്റ്റന്റ് ആവും. അപ്പോൾ ആ ഒരു പാറ്റേണോട് ചോദിക്കുന്നത് നമ്മൾ നോക്കുന്ന. മനസ്സിലായില്ലെങ്കിൽ ആ സ്റ്റെപ്പിൻ്റെ എഴുതി ചോദിക്കും. ഓക്കെ, എല്ലാത്തിനും തുടക്കം ഒന്ന് തന്നെയാണ്. എല്ലാ പ്രോപ്പർട്ടീസിനും സ്റ്റാർട്ടിങ് ഇതാണ്. എന്താണ്? ലെറ്റ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഈസ് അനലിറ്റിക്. അതുകൊണ്ട് ആർക്കും എഴുതാൻ കിട്ടാതിരിക്കില്ല. എല്ലാവരും തുടങ്ങുന്നതാണ്. തുടക്കം ഇതാണ്. ലെറ്റ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഈസ് കോൺസ്റ്റന്റ്. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി കോൺസ്റ്റന്റ് ആണെന്ന് എടുത്തു.
എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി കോൺസ്റ്റന്റ് ആണെന്ന് എടുത്തു. നമ്മുടെ ശ്രദ്ധിക്കണേ, എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ആണ് അല്ലേ. അപ്പോൾ മോഡ് എഫ് ഓഫ് ഇസഡ് ഇവിടെ അവർ പറഞ്ഞേക്കുന്നത് മോഡുലസ് കോൺസ്റ്റന്റ് എന്നാണ്. എന്താണ് അവർ പറഞ്ഞേക്കുന്നത്? മോഡ് എഫ് ഓഫ് സെഡ് കോൺസ്റ്റന്റ് ആണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? ഒരു ഫംഗ്ഷന്റെ മോഡുലസ് എടുക്കുക എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കുക, മോഡുലസ് എടുക്കുക എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് റിയൽ പാർട്ട് ആരാണ്? യു സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് അതാരാണ്? വി സ്ക്വയർ. എന്താണ് ചെയ്യുന്നത്? ഒരു ഫംഗ്ഷന്റെ മോഡുലസ് എടുക്കുക എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. ഓക്കെ ആണോ? എങ്ങനെയാണ് ഒരു ഫംഗ്ഷന്റെ മോഡുലസ് എടുക്കുക എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ കാണാം. മനസ്സിലായത്? എഴുതിയത് റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ അത് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് സി എന്ന് കൊടുത്തു. ഞാൻ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്തു. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്തു. അപ്പോൾ റൂട്ട് പോകുമ്പോൾ എന്താ വരിക? യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ എന്ന് വരും. ഓക്കെ ആണോ? യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ സി സ്ക്വയർ. ഞാൻ മുകളിൽ നിന്ന് എഴുതാണ്, ഇവിടെ എഴുതുന്നു. നമുക്കിപ്പോൾ കിട്ടിയത് ഇതാണ്. യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ എന്ന് കിട്ടി. അതിനെ ഡിഫറൻഷിയേറ്റിംഗ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം, അവിടെ 1 കൊടുത്തു, 1 2 കൊടുക്കാം. ഡിഫറൻഷിയേറ്റിംഗ് 2 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇക്വേഷൻ നമ്പർ 2നെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മുടെ എയിം എന്താണ്? നമ്മുടെ എയിം ഡോ യു ബൈ ഡോ എക്സിനെയും ഡോ വി ബൈ ഡോ എക്സിനെയും 0 ആക്കുക എന്നാണ് നമ്മുടെ എയിം. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പോൾ യു സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? യു സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2u ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ്. ഈ ഒരു സ്റ്റെപ്പ് മനസ്സിലാക്കണേ. യു സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? യു സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2u ആണ്. അതിനെ എക്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് എന്ന് എഴുതുന്നു. പ്ലസ് വി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2v ആണ്. ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് എന്ന് എഴുതുന്നു. ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് എന്ന് എഴുതുന്നു. ഈക്വൽ ടു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടി. അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. നമുക്കൊരു റിസൾട്ട് കിട്ടി 2u ഡോ യു ബൈ ഡോ എക്സ്. ഒരു മിനിറ്റ്, ഏതാ? ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 2. അടുത്തത് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു y. രണ്ടാമത്തെ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു y എഴുതാണ്. ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 2 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു y. വിത്ത് റെസ്പെക്ട് ടു y അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പോൾ യു സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2u ഡോ യു ബൈ ഡോ y പ്ലസ് 2v ഡോ വി ബൈ ഡോ വൈ ഈക്വൽ ടു 0. പക്ഷേ ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുന്നില്ല. കാരണം നമുക്കിത് സോൾവ് ചെയ്യണമെങ്കിലേ ഈ വൈയിലുള്ള ടേം മാറിയിട്ട്, ശ്രദ്ധിക്കുക, വൈയിലുള്ള ടേം മാറിയിട്ട് എന്തിലേക്ക് മാറണം? എക്സിലേക്ക് മാറണം. എങ്കിലും നമുക്കതിന് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കി വെക്കുക, ഡോ യു ബൈ ഡോ വൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഡോ യു ബൈ ഡോ വൈക്ക് പകരം CR ഇക്വേഷൻ പ്രകാരം എന്ത് കൊടുക്കാം? മൈനസ് ഡോ വി ബൈ ഡോ എക്സ് എഴുതിക്കൂടെ? അല്ലേ? ശരിയാണോ? CR ഇക്വേഷൻ പ്രകാരം ഡോ യു ബൈ ഡോ വൈനെ നമുക്ക് മൈനസ് ഡോ വി ബൈ ഡോ എക്സ് എന്ന് എഴുതാം. അതിനാണ് ഇക്വേഷൻ നമ്പർ നോട്ട് ചെയ്ത് വെച്ചത്. CR ഇക്വേഷൻ പ്രകാരം പ്ലസ് 2v ഇൻറ്റു ഡോ വി ബൈ ഡോ വൈക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? ഡോ യു ബൈ ഡോ എക്സ് എന്ന് എഴുതാം. കഴിഞ്ഞിട്ട പ്രൂഫ് ഈക്വൽ ടു 0. അതിനെ ബോക്സിലാക്കി ഇക്വേഷൻ നമ്പർ 4 കൊടുക്കും. ഇനി ഫുൾ ഉടായ്പാണ്. സോൾവിങ് 3 and 4 വി ഗെറ്റ് എന്ന് പറയണേ. എഴുതാം. സോൾവിങ് 3 and 4 വി ഗെറ്റ്. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്ത് എങ്ങനെയെന്ന് കാണിക്കണമെന്നില്ല. നമുക്ക് എന്ത് കിട്ടുന്ന എഴുതാം? ഡോ യു ബൈ ഡോ എക്സ് 0 ആകും. അതുപോലെ ഡോ വി ബൈ ഡോ എക്സ് 0 ആകും. രണ്ട് ഇക്വേഷനാണ്. എക്സിലും വൈയിലും വരുന്ന ഡോ യു ബൈ ഡോ എക്സിലും ഡോ വി ബൈ ഡോ എക്സിലും വരുന്ന രണ്ട് ഇക്വേഷനാണ്. അതിനെ സോൾവ് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? അത് രണ്ടും 0 എന്ന് കിട്ടും. കാരണം രണ്ടും ഈക്വൽ ടു 0 ആണ്. ഓക്കെ, രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ 0 കിട്ടും. അത്രേ ഉള്ളൂ. നമുക്കത് മതി. എഫ് ഡാഷ് സെഡ് ഈക്വൽ ടു ഇപ്പോൾ എന്തായി മാറി? എഫ് ഡാഷ് സെഡ് എന്ന് പറഞ്ഞാൽ
ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ്. അപ്പോൾ അത് 0 ആയി. 0 പ്ലസ് ഐ ഇൻറ്റു 0 ഈക്വൽ ടു 0. എഫ് ഡാഷ് സെഡ് 0 ആയതുകൊണ്ട് therefore എഫ് ഓഫ് സെഡ് ഈസ് കോൺസ്റ്റന്റ്. ഓക്കെയാണോ? ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റൻ ആണ്. ക്ലിയർ? ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. അപ്പം നമ്മൾ ഉടായിപ്പാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത്. അത് രണ്ടും കൂടി സോൾവ് ചെയ്യുമ്പോൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ എന്ത് എഴുതിക്കുക? ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. therefore എഫ് ഡാഷ് സെഡ് ഈസ് 0. therefore എഫ് ഓഫ് സെഡ് ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 3 പ്രോപ്പർട്ടിയാണ് കോൺസ്റ്റന്റ് എന്ന് പ്രൂവ് ചെയ്യാൻ. 3 പ്രോപ്പർട്ടിയാണ്. ആ 3 പ്രോപ്പർട്ടിയും വളരെ വലിയ പ്രശ്നമൊന്നുമില്ല, സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് കേട്ട ഒരാൾക്ക് ആ 3 പ്രോപ്പർട്ടി സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ആണോ? പ്രോപ്പർട്ടി അപ്പം ഞാൻ പറഞ്ഞില്ലേ 6 പ്രോപ്പർട്ടിയാണ് ഉള്ളത്. അതിൽ 5 എണ്ണം വളരെ സിമ്പിളാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ 3 എണ്ണം ഓക്കെയാണ്. ഇപ്പോൾ തന്നെ ഓക്കെ ആയില്ലേ 3 എണ്ണം? ഓക്കെ. ഇനി 6ാമത്തെ മാത്രമേ ടഫുള്ളൂ. ബാക്കി എല്ലാം ഇതേപോലെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അതായത് എല്ലാത്തിനും CR ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത ചോദിച്ചിരിക്കുന്നത്. അടുത്ത പ്രോപ്പർട്ടി എഴുതാണ്. 4ാമത്തെ പ്രോപ്പർട്ടി എഴുത. പ്രോപ്പർട്ടി 4. 4th പ്രോപ്പർട്ടി എഴുതാണ്. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 4ാമത്തെ പ്രോപ്പർട്ടിയാണ്. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി is an analytic function. Is an analytic function. F of z equal to u plus iv is an analytic function. Then f of z equal to u plus iv is an analytic function. Then the real and imaginary part of f of z. ഇത് പല രീതിയിൽ ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻ. The real and imaginary part of f of z satisfies Laplace equation. Real and ഈ ഒരു പ്രോപ്പർട്ടി കുറേ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. Real and imaginary part of f of z satisfies Laplace equation. അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയും, ചോദിക്കും. അപ്പോൾ ലാപ്ലേസ് ഇക്വേഷൻ പറയാണ്, അതായത് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് എന്താ പറഞ്ഞ അപ്പോൾ എഴുതാണ്. എന്താണ് ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയാം. കുഴപ്പമില്ല, ഞാൻ ചെറിയൊരു ആവശ്യത്തിന് പോയാം അല്ലേ. ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ. ഇത് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതായത് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ആണെങ്കിൽ, എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ആണെങ്കിൽ റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ആർ സാറ്റിസ്ഫൈസ് ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ വി ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0. അത് ഇങ്ങനെ എഴുതാൻ പറ്റുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതാണ് എന്താണ് ലാപ്ലേസ് ഇക്വേഷൻ. അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി പല രീതിയിൽ ചോദിക്കുക, 4 ടൈപ്പിൽ ചോദിക്കാറുണ്ട്. അതായത് യു ആൻഡ് വി ആർ സാറ്റിസ്ഫൈയിങ് ലാപ്ലേസ് ഇക്വേഷൻ ചോദിക്കും. ഓർ പ്രൂവ് ദാറ്റ് ഇങ്ങനെ ചോദിക്കും. ഓർ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിക്കും. ഓർ വേറൊരു രീതിയിൽ ചോദിക്കും, പ്രൂവ് ദാറ്റ് ഡെൽ സ്ക്വയർ യു ഈക്വൽ ടു 0 ആൻഡ് ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു 0 എന്ന് പറയും. അപ്പോൾ ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞ മീനിങ് എന്താ? ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ ഇതിനെ ഒന്നെങ്കിൽ പ്രൂവ് ദാറ്റ് ഇങ്ങനെ ചോദിക്കും, അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് ഇങ്ങനെ ചോദിക്കും. ഒരു ടൈപ്പ് കൂടി ഉണ്ട്, ഓർ പ്രൂവ് ദാറ്റ് യു ആൻഡ് വി ആർ ഹാർമോണിക്. നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലേ, ഹാർമോണിക് ഫംഗ്ഷൻ്റെ അല്ലേ, യു ആൻഡ് വി ആർ ഹാർമോണിക്. ഇങ്ങനെ ചോദിക്കും. മനസ്സിലായോ? 4 രീതിയിൽ ചോദിക്കാം. ക്വസ്റ്റ്യൻ 4 രീതിയിൽ ചോദിക്കാം. പ്രൂവ് ദാറ്റ് യു ആൻഡ് വി ആർ സാറ്റിസ്ഫൈസ് ലാപ്ലേസ് ഇക്വേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് ഡെൽ സ്ക്വയർ യു ഈക്വൽ ടു 0 ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു 0 എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് യു ആൻഡ് വി ആർ ഹാർമോണിക് എന്ന് ചോദിക്കാം. ഓക്കെ ആണോ? പല രീതിയിൽ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതി വിചാരിക്കുന്നു, മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴാണത് പറഞ്ഞിരിക്കുന്നത്? എഫ് ഓഫ് സെഡ് അനലിറ്റിക് ആണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞു പോയിരുന്നു, ഹാർമോണിക് കോൺജുഗേറ്റ് നമ്മൾ എടുത്തപ്പോൾ പറഞ്ഞിരുന്നു.
എന്താണ് എഫ് ഓഫ് സെഡ് അനലിറ്റിക് ആണെങ്കിൽ യുവും വിയും എന്തായിരിക്കും, അത് ഹാർമോണിക് ആയിരിക്കും. വളരെ സിമ്പിൾ പ്രൂഫാണ്, സിമ്പിൾ പ്രൂഫാണ്. പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം, എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ പോലെ എഴുതാം. ലെറ്റ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഈസ് അനലിറ്റിക്. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി അനലിറ്റിക് ആണെന്ന് എടുത്തു. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഈസ് അനലിറ്റിക്, അത് അനലിറ്റിക് ആണെന്ന് എടുത്തു. ദെൻ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ദെൻ സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ്, സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ദെൻ സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ്, സി ആർ ഇക്വേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ എന്താണ് സി ആർ ഇക്വേഷൻ? ഞാൻ എഴുതുന്നുണ്ട് സി ആർ ഇക്വേഷൻ ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ. ഇവിടെ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാനേ, ഈ ഒരു പ്രൂഫിൽ വേണ്ടിയിട്ട് ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. അതുപോലെ ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കണേ, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. ഇക്വേഷൻ 1 ഇക്വേഷൻ 2. ഓക്കെ ആണോ? വളരെ സിമ്പിൾ പ്രൂഫാണ്. ഒന്നാമത്തെ ഇക്വേഷനെ ഒരിക്കൽ കൂടി എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, രണ്ടാമത്തെ ഇക്വേഷനെ ഒരിക്കൽ കൂടി വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇവിടെ എഴുതാണ് ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 1 with respect to x and equation 2 with respect to y. ഒന്നാമത്തെ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നോക്കുക, ഡോ യു ബൈ ഡോ എക്സിനെ ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്നല്ലേ, അല്ലേ? ഈക്വൽ ടു ഇതിനെ വീണ്ടും എക്സിൽ ചെയ്യുമ്പോൾ ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് ഡോ വൈ എന്നാണ്. എന്താ നമ്മൾ ചെയ്തത്, ഒന്നാമത്തെ ഇക്വേഷനെ രണ്ട് സൈഡിലും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തൊന്ന് പഠിച്ചാൽ മതി. ഇവിടെ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ, എവിടെയാണെങ്കിൽ ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് ഡോ വൈ. അതിനെ ഇക്വേഷൻ നമ്പർ എ എന്ന് കൊടുത്തു. രണ്ടാമത്തെ ഇക്വേഷനെ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്, രണ്ടാമത്തെ ഇക്വേഷനെ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എന്താ എഴുതാം, ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് ഡോ വൈ. അതിന് ഇക്വേഷൻ നമ്പർ ബി എന്ന് കൊടുത്തു. ശ്രദ്ധിച്ചോ, മനസ്സിലായോ എന്താ നമ്മൾ ചെയ്തത്? ഒന്നാമത്തെ ഇക്വേഷനെ എന്താ നമ്മൾ ചെയ്തത്, ഒന്നാമത്തെ ഇക്വേഷനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു, രണ്ടാമത്തെ ഇക്വേഷനെ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഒന്നാമത്തേനെ എക്സിലും രണ്ടാമത്തേനെ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അത് രണ്ടൊന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ഇത് ക്യാൻസൽ ആയി പോകും. നോക്കുക, എ പ്ലസ് ബി ഇംപ്ലൈസ് എയും ബിയും കൂടി കൂട്ടുമ്പോൾ ഇത് കിട്ടിയാലും എഴുതിക്കോളൂ. എന്താണ്, ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് യു ഈസ് ഹാർമോണിക്. ദാറ്റ് ഈസ് യു ഈസ് ഹാർമോണിക്. യു എന്തായി മാറി, യു ഹാർമോണിക് ആയി മാറി. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടിയ മനസ്സിലായല്ലോ. ഇനി എന്താ ചെയ്യുന്നത്, അതായത് നേരത്തെ ചോദിച്ചോ, ഇക്വേഷൻ 1നെ വിത്ത് റെസ്പെക്ട് ടു വൈയിലും, അടുത്തത് എന്ത് ചെയ്യുന്നത്, ഇക്വേഷൻ 1നെ വൈയിലും 2നെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഇക്വേഷൻ 1നെ വൈയിലും 2നെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു കേട്ടോ. ഞാൻ ഇവിടെ കിട്ടുന്ന എഴുതുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കിട്ടുക 1നെ വൈയിൽ ചെയ്യുമ്പോൾ എന്താ വരുന്നത് അറിയോ, ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ എന്നാണ് വരിക, ഈക്വൽ ടു ഡോ സ്ക്വയർ വി ബൈ ഡോ വൈ സ്ക്വയർ എന്നാകും. ഓക്കെ, അതുപോലെ 2നെ എക്സിലാണ്, അപ്പോഴും ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് കിട്ടേ, ഈക്വൽ ടു മൈനസ് ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇതിന് ഇക്വേഷൻ നമ്പർ സി എന്നും ഇതിന് ഇക്വേഷൻ നമ്പർ ഡി എന്ന് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ എ പ്ലസ് ബി അല്ല ചെയ്യുന്നത്, സി മൈനസ് ഡി ചെയ്യണം. രണ്ടാമത്തെ ഇത് രണ്ടും തമ്മിൽ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, അപ്പോഴത് രണ്ടും തമ്മിൽ പ്ലസ് ആവുള്ളൂ കേട്ടോ. കുറയ്ക്കുമ്പോൾ ഇതും കൂടിയിട്ട് പ്ലസ് ആയി മാറും, ഇവിടെ 0 ആയി പോകും കേട്ടോ. അപ്പോൾ ഇക്വേഷൻ സി മൈനസ് ഡി ഇംപ്ലൈസ് ആണ്. അപ്പോൾ എന്ത് ചെയ്തു, ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് കിട്ടിയെങ്കിൽ എഴുതിക്കോളൂ, ഡോ സ്ക്വയർ വി ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0. ഓക്കെ, therefore v is harmonic. അപ്പോൾ നമ്മൾ അടുത്ത പ്രോപ്പർട്ടി പ്രൂവ് ചെയ്തു, നാലാമത്തെ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. എന്താണ്, എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ആണെങ്കിൽ യു ആൻഡ് വി ആർ ഹാർമോണിക് ആണ് കേട്ടോ. ഇതാണ് ഫോർത്ത് പ്രോപ്പർട്ടി. നമ്മൾ അടുത്ത പ്രോപ്പർട്ടീസിൽ പോവാണ്.
അടുത്ത പ്രോപ്പർട്ടി എഴുതാം. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഈസ് അനലിറ്റിക്. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഈസ് അനലിറ്റിക്. F of z equal to u plus iv is analytic. Prove that u equal to constant and v equal to constant and v equal to constant are families of curves cutting orthogonally. ഒന്നുകൂടി പറയാം. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഈസ് അനലിറ്റിക്. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് അനലിറ്റിക് ആണ്. പ്രൂവ് ദാറ്റ് യു ഈക്വൽ ടു കോൺസ്റ്റന്റ് ആൻഡ് വി ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്ന രണ്ട് ലൈനുകൾ. ആ കോൺസ്റ്റന്റ് ആർ ഫാമിലീസ് ഓഫ് കർവ്സ്. ഒരു ഫാമിലി ഓഫ് കർവ്സ് ആണ്. കട്ടിങ് ഓർത്തോഗണലി, അത് ഓർത്തോഗണലായി കട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് തന്നെ വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. യു ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നൊരു പറയാൻ പകരം യു ഈക്വൽ ടു C1 ആൻഡ് വി ഈക്വൽ ടു C2 ആർ ഓർത്തോഗണൽ. അവർ ഓർത്തോഗണൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ എന്നും പറയാറുണ്ട്. അവർ തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. യു ഈക്വൽ ടു C1 അതുപോലെ വി ഈക്വൽ ടു C2. ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്രോപ്പർട്ടി 5 ആണ്. അപ്പോൾ പ്രോപ്പർട്ടി 5ഉം പ്രോപ്പർട്ടി 3യുമാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണേ കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ പഠിപ്പിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റൻ ആണ്. പ്രോപ്പർട്ടി 5ഉം പ്രോപ്പർട്ടി 3യുമാണ് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ ആണോ? സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എഴുതാണ് പ്രൂഫ് എഴുതാം. പഴയ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി അനലിറ്റിക് ആണ്. ദെൻ യു ആൻഡ് വി ആർ സാറ്റിസ്ഫൈസ് എന്താ പറയുക നമ്മുടെ സി ആർ ഇക്വേഷൻ താഴെ എഴുതാം. ദെൻ സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് എഴുതുക. സി ആർ ഇക്വേഷൻ്റെ ഫോർമുലാസ് എഴുതുക. എന്താണ് സി ആർ ഇക്വേഷൻ്റെ ഫോർമുല? ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ. ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ. U and V are satisfied CR equation. പന്ത്രണ്ടായാലും പെട്ടെന്ന് നടത്താം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ പോലെ തുടങ്ങാണ്. ഇവിടെ അവർ പറഞ്ഞിരിക്കുന്ന G1 ഇതാണ്. G1 എടുത്ത് എഴുതാം. G1 U ഈക്വൽ ടു C1. U ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ്. അതുപോലെ V ഈക്വൽ ടു C2. V ഈക്വൽ ടു അനദർ കോൺസ്റ്റന്റ്. യും അനദർ കോൺസ്റ്റന്റ്, രണ്ട് കോൺസ്റ്റന്റ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ ഒരു ഫോർമുല ഇപ്പോൾ അറിയാത്തതുണ്ട്. ഒരു ടോട്ടൽ ഡെറിവേറ്റീവിൻ്റെ ഒരു ഫോർമുലയാണ്. ടോട്ടൽ ഡെറിവേറ്റീവിൻ്റെ +1 പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന ചാപ്റ്റർ പഠിച്ചവർക്ക് കുഴപ്പമുണ്ടാവില്ല. അല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ടോട്ടൽ ഡെറിവേറ്റീവിൻ്റെ ചെറിയൊരു ഫോർമുല ഉണ്ട്. യുവിനെ ഇതിനെ ടേക്കിംഗ് ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ ടോട്ടൽ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. അത് പ്രത്യേക രീതിയിലാണ് എടുക്കുന്നത്. യുവിൻ്റെ ഡെറിവേറ്റീവ് എന്നറിയോ? ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ഈക്വൽ ടു 0. ഇതാണ് ഫോർമുല. അതൊന്ന് ബൈ ഹാർട്ട് ചെയ്യുക. എന്താ ഫോർമുല? ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ഈക്വൽ ടു 0. ഇതാണ് ടോട്ടൽ ഡെറിവേറ്റീവിൻ്റെ ഒരു ഫോർമുലയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈനെ അവിടെ നിർത്തുക. ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് എന്നായി മാറി. ഈ ടേമിനെ അവിടെ നിർത്തിയിട്ട് ഈ ടേമിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അടുത്ത സ്റ്റെപ്പിൽ ഡോ യു ബൈ ഡോ വൈനെ അങ്ങോട്ട് കൊണ്ടുപോവുക. ഡി എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ എക്സ് ബൈ ഡോ യു ബൈ ഡോ വൈ എന്നത്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഉള്ളിൽ നിന്ന് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുകയാണ്. ഈ ഡി വൈ ബൈ ഡി എക്സിനെ വിളിക്കുന്ന പേര് സ്ലോപ്പ് ഓഫ് ദി കർവ് എന്നാണ്. ഇതെന്താണ്? ഇത് സ്ലോപ്പ് ആണ്. സ്ലോപ്പ് ഓഫ് ഫസ്റ്റ് കർവിൻ്റെ സ്ലോപ്പ്. അതിന് M1 എന്ന് പേര് വിളിച്ചു. ഈ ഒരു ഇക്വേഷൻ നമ്മളെ
ഒന്നാമത്തെ കർവിൻ്റെ സ്ലോപ്പാണ് dy/dx. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദി കർവിനെ നമ്മൾ +2 പഠിക്കുന്നതാണ് dy/dx. അപ്പോൾ ഈ ഒരു കർവിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് നമ്മളിതൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ഫസ്റ്റ് കർവിനെ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്തു, അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു. ഇതേപോലെ അപ്പുറത്തെ സൈഡിൽ സെക്കൻഡ് കർവ് എടുക്കുകയാണ്, സെക്കൻഡ് കർവിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുകയാണ്. ഇതേ സെയിം പ്രൊസീജിയർ അവിടെ ചെയ്യാണ്. യു പേര് മാറി വി ആയി എന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകതയൊന്നുമില്ല. ഇവിടെ ഇതാണ് ടേക്കിംഗ് ഡിഫറൻഷ്യൽ കൊടുക്കുകയാണ്. അപ്പോൾ ചെയ്യുമ്പോൾ എന്താ ഇതിൽ പറയുന്ന പോലെ ∂v/∂x ഇൻറ്റു dx പ്ലസ് ∂v/∂y ഇൻറ്റു dy ഈക്വൽ ടു 0. യുവിന് പകരം വി ആയി എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ, വേറെ പ്രത്യേകതകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് എഴുതാം, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ∂v/∂y ഇൻറ്റു dy ഈക്വൽ ടു മൈനസ് ∂v/∂x ഇൻറ്റു dx എന്ന് കൊടുത്തു. ഓക്കെ ആണോ? അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് dy/dx ഈക്വൽ ടു മൈനസ് ∂v/∂x ബൈ ∂v/∂y എന്ന് വന്നു. അത് ബോക്സിലാക്കുക, ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. അതിന് m2 രണ്ടാമത്തെ സ്ലോപ്പ്. അങ്ങനെ രണ്ട് കർവിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പ്രൂഫ് കഴിഞ്ഞു. രണ്ട് കർവിൻ്റെ സ്ലോപ്പ് കാണാൻ പറഞ്ഞത് മനസ്സിലായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് കണ്ടുപിടിക്കുകയാണ്. പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് m1 × m2 എഴുതി, നമുക്ക് കിട്ടി m1 m2 മൾട്ടിപ്ലൈ ചെയ്തു. അതിൽ CR ഇക്വേഷൻ കൊടുക്കുകയാണ്. മൈനസ് ∂v/∂xന് പകരം ∂v/∂yയും ∂v/∂yക്ക് പകരം ∂v/∂xും കൊടുത്തു. അത് രണ്ടും കൂടി പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എല്ലാം വെട്ടിക്കളഞ്ഞു, അവസാനം -1 കിട്ടി. അങ്ങനെ പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് -1 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, therefore u = v1 and v = c2 are orthogonal. കേട്ടല്ലോ? അപ്പോൾ ഓർത്തോഗണൽ